ഹലോ. നമ്മുടെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ ചട്ടിക്കകത്ത് വലുതായിട്ട് അതിൽ നിൽക്കാൻ പറ്റാണ്ടായിട്ട് ഇങ്ങനെ ശാപമോക്ഷം കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് അതിനൊക്കെ അങ്ങ് ശാപമോക്ഷം കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ഇലച്ചെടികൾ ഇങ്ങനെ റീപോട്ടിങ് ചെയ്യുവാണേ. പിന്നെ റീപോട്ടിങ്ങിന് ഇതുപോലെ സോയിലും പിന്നെ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സാഫ് ഇടയ്ക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. സാഫ് ഇടുമ്പോൾ നമ്മൾ ഇതുപോലെ ഫംഗസ് ബാധയൊന്നും ഉണ്ടാകത്തില്ല. ഇത് കൂടുതലും ഈ ഇലച്ചെടികൾക്ക് വരുന്ന പ്രോബ്ലമാണ് ഈ ഫംഗസ് ബാധ എന്ന് പറയുന്നത്. അത് നല്ല വെയിലും വെള്ളമൊക്കെ പ്രോപ്പറായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫംഗസ് വരും. അപ്പം ഇത് സാഫ് നല്ലൊരു ആൻറ്റി ഫംഗലാണ്. ഇത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഈ ഫംഗസ് ബാധയെല്ലാം പോവുകയും ചെയ്യും. ഇലയിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ചെടിക്കടകളിലെ കണ്ടിട്ടില്ലേ, ഇലകളിൽ ഇങ്ങനെ നീല കളറിൽ സ്പ്രേ ഇങ്ങനെ ചെയ്തതായിട്ട് കാണാൻ പറ്റും നമുക്ക്. അതുപോലെ അതാണ് ഇടയ്ക്ക് ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ സാഫ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈസ് വെള്ള പൂപ്പൽ പോലത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇപ്പം മഴക്കാലമായി. ഇപ്പം ചെടികൾ മാറ്റി നടാനും പുതിയ ചെടികൾ പിടിപ്പിക്കാനും ഒക്കെ നല്ല പറ്റിയ സമയമാണ്. ഇപ്പം നല്ല വെള്ളവും വെയിലും ഒക്കെ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ല ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ വളർന്നോളും. പിന്നെ നമ്മളെ ചെടിയെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും നമ്മുടെ ജോലി തീരാൻ പോകുന്നില്ല. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പുതിയ ജോലികൾ. പിന്നെ അവർ തരുന്നൊരു സന്തോഷമുണ്ട്. നമ്മൾ അവരെ സ്നേഹിക്കും തോറും അവർ തിരിച്ചു തരുന്നൊരു സ്നേഹമുണ്ട്. പുതിയ പൂക്കളിലൂടെയും ഇലകളിലൂടെയൊക്കെ അവർ തരുന്നൊരു സ്നേഹമല്ലേ, അതൊരു സന്തോഷമല്ലേ. ഇതൊക്കെയല്ലേ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിലെ സന്തോഷം. പിന്നെ ഈ പൂക്കളും ചെടികളും ചിത്രശലഭങ്ങളും കിളികളും ഒക്കെ അല്ലേ നമ്മുടെ പ്രകൃതിയെ സുന്ദരമാക്കുന്നത്. ഇനിയും കുറേ ചെടികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുറേ നടാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി അടുത്ത വീഡിയോയിലിടാം കേട്ടോ.